നമസ്കാരം. പ്രധാന വാർത്തകൾ. CPM തൃശൂർ ജില്ലാ സമ്മേളനം ഇന്ന്. CPM തൃശൂർ ജില്ലാ സമ്മേളനം ഇന്ന് കുന്നംകുളം ടൗൺ ഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ രാവിലെ 9-ന് ആരംഭിക്കും. ജില്ലയിലെ മുതിർന്ന നേതാവ് NR ബാലൻ പതാക ഉയർത്തും. അതേ തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി MM വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലയിലെ CPMനെ പ്രതിസന്ധിയിലാക്കിയ കരുവന്നൂർ തട്ടിപ്പ്, മറ്റ് സഹകരണ ബാങ്കുകളുടെ സാമ്പത്തിക ക്രമക്കേടുകൾ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആദ്യമായി BJP തൃശൂരിൽ അക്കൗണ്ട് തുറക്കാനിടയായ സാഹചര്യം, കത്തോലിക്ക സഭ BJPക്ക് നൽകുന്ന പിന്തുണ, തൃശൂർ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണപ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിന്റെ സജീവ ചർച്ചയിലേക്ക് എത്തിയേക്കാം. തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിൽ കവർച്ച. ക്ഷേത്ര ഭണ്ഡാരം കുത്തി തുറന്നു. തിരുവനന്തപുരം പുന്നക്കാട് നൈനാക്കോണത്തുകാവിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. ക്ഷേത്ര ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. കാണിക്ക വഞ്ചിയിൽ നിന്ന് ഏകദേശം 15,000-ഓളം രൂപയും കാഴ്ചദ്രവ്യങ്ങളുമാണ് മോഷ്ടാക്കൾ കവർന്നത്. 2 മാസത്തിനിടയിൽ 3-ാം തവണയാണ് ക്ഷേത്രത്തിൽ കവർച്ച നടക്കുന്നത്. അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ സർക്കുലർ പുറത്തിറക്കി സീറോ മലബാർ സഭ. വിവിധ വിഷയങ്ങളിലെ അവഗണന ചൂണ്ടിക്കാട്ടി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുഴുവൻ പള്ളികളിലും ഇന്ന് സർക്കുലർ വായിക്കും. ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ ഇത് സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കി. ക്രിസ്തീയ സമൂഹത്തിന് അർഹമായ ന്യൂനപക്ഷ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുവെന്ന് സഭ സർക്കുലറിൽ ആരോപിക്കുന്നു. പരിസ്ഥിതി നിയമങ്ങളും വഖഫ് നിയമങ്ങളും സഭയെ ഭീഷണിപ്പെടുത്തുന്നു. ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എവിടെ? കുട്ടനാട്ടിലെ നെൽ കർഷകരും മലയോര കർഷകരും ദുരിതത്തിലാണെന്നും സർക്കുലറിൽ പറയുന്നു. പാലക്കാട് ഭാര്യ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തി. പാലക്കാട് ഉപ്പുംപാടത്ത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വഴക്കിനിടെ പരസ്പരം ആക്രമിച്ച ദമ്പതികളിൽ പരിക്കേറ്റ ഭാര്യ മരിക്കുകയായിരുന്നു. ചന്ദ്രികയാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ 5:30-യോടെയായിരുന്നു സംഭവം. പരിക്കേറ്റ ഭർത്താവ് രാജൻ ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇരുവരും പരസ്പരം ആക്രമിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. വീടിന്റെ മുകൾ നിലയിൽ താമസിക്കുന്ന മകൾ ശബ്ദം കേട്ട് താഴെ വന്ന് നോക്കിയപ്പോഴാണ് അച്ഛനെയും അമ്മയും പരിക്കേറ്റ നിലയിൽ കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചന്ദ്രിക മരിച്ചു. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിന് തീപിടിച്ചു. കർണാടകയിലെ മധൂരിൽ വെച്ചാണ് ബസ്സിന് തീപിടിച്ചത്. ബസ്സിൽ തീ പടരുന്നത് കണ്ട ഉടൻ വാഹനം നിർത്തി യാത്രക്കാരെ പുറത്തിറക്കുകയായിരുന്നു. ബസ്സിന്റെ പിൻഭാഗത്ത് നിന്നാണ് തീ പടർന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. ബസ്സിന്റെ പിൻഭാഗം കത്തി നശിച്ചു. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന അശോക ട്രാവൽസ് എന്ന ബസ്സിനാണ് തീ പിടിച്ചത്. യാത്രക്കാരെ ഇറക്കിയ ശേഷം തീ ആളിപ്പടരുകയായിരുന്നു. യാത്രക്കാരെ മറ്റു ബസ്സുകളിൽ കണ്ണൂരിലേക്ക് കയറ്റിവിട്ടു. തീ വലിയ രീതിയിൽ ആളിപ്പടരുന്നതിന് മുമ്പ് യാത്രക്കാരെ രക്ഷപ്പെടുത്താനായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്.